This news is brought to you by ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ സുവർണ ജൂബിലി നവീകരിച്ച എക്സിക്യൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനം ഓണാഘോഷവും വിപുലമായ പരിപാടികളോടെ ചെറുപുഴ വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ MLAയ്ക്ക് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണവും നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് ചികിത്സാ സഹായ വിതരണം നടത്തുകയും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ജോബ് പോർട്ടൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. KVVES ജില്ലാ സെക്രട്ടറി NV കുഞ്ഞിരാമൻ, മേഖലാ പ്രസിഡന്റ് റോയ് ജോസ്, മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസൺ C പടിഞ്ഞാത്ത്, മേഖലാ ട്രഷറർ സുജിത് നമ്പ്യാർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയി, വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. വ്യാപാരികളും കുടുംബാംഗങ്ങളുമടക്കം നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിലെ 1ാം സ്ഥാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാക്കയഞ്ചാൽ ഏരിയ നമ്പർ 9, 2ാം സ്ഥാനം സന്തോഷ് ആർട്സ്, 3ാം സ്ഥാനം ഷിയാൻ ഹെറും കരസ്ഥമാക്കി. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. രൂപം കൊണ്ട് വ്യാപാരി വ്യവസായി കൂട്ടായ്മ ചെറുപുഴയിൽ രൂപം കൊണ്ട് ഏതാണ്ട് 50 വർഷം തികയുന്ന ഒരു സമയത്താണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവസ്യം മേച്ചേരിൽ ചെറുപുഴയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ വർഷം 50ാം വാർഷികത്തിൽ നടക്കുന്ന ഈ ഓണാഘോഷം വളരെ വിപുലമായി കൊണ്ടാടുക എന്നുള്ള യൂണിറ്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇവിടെ പുതിയ ഒരു AC ഹാളിൻ്റെ ഉദ്ഘാടനവും ഒരു ജോബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും ഒക്കെ ഈ ദിവസം ഇവിടെ നടക്കുന്നത്. ഈ 50 വർഷം എന്ന് പറഞ്ഞ ഒരു സംഘടനയെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതും വളരെ ഇതിലെ മെമ്പർമാർക്ക് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് 50 വർഷത്തിലേക്ക് നടന്നിരിക്കുകയാണ്. 50ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഓഫീസ് നവീകരിച്ച് നമുക്കെല്ലാം ഒത്തുചേരുവാൻ ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടനവും ഇന്ന് തന്നെയാണ് നടത്തപ്പെടുന്നത്. ജൂബിലി സ്മാരകമായിട്ട് അതെന്നും നിലനിൽക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാരികളുടെ മക്കളിൽ നിന്നും മികച്ച വിജയം നേടിയ 25ലധികം വിദ്യാർത്ഥികളെ ഇന്ന് അനുമോദിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുക. വ്യാപാരി സമൂഹമെന്ന് പറയുന്നത് എല്ലാ ചെറിയ പട്ടണങ്ങളിലും വലിയ പട്ടണങ്ങളിലുമെല്ലാം സജീവമാണ്. വ്യാപാരികൾ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായി പലപ്പോഴും അതിൻ്റെ സംഘടനാ നേതാക്കന്മാർ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട് എന്നും നമുക്കറിയാം. ആ നിലയിൽ കേരളത്തിലെ വ്യാപാരി സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായി മാറാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ
ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണോ ആവശ്യമായി വരുന്നത് അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത്തരം ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക. ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായി ഓണാഘോഷ പരിപാടി, അതോടൊപ്പം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന പരിപാടി, ഇവയും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. അതിൻ്റെ ഓണത്തിമർപ്പിലാണ്. ലോകത്തെവിടെല്ലാം മലയാളി ഉണ്ടോ അവിടെല്ലാം ഓണമുണ്ട്. കേരളീയരുടെ വിശ്വോത്സവമാണ് ഓണം. ലോകത്ത് മലയാളി ഇല്ലാത്ത സ്ഥലമില്ല. മലയാളി ഉള്ളിടത്തെല്ലാം ഓണമുണ്ട്. അപ്പോൾ ഈ കുറച്ച് 2 ദിവസമായിട്ട് വ്യാപാരികളുടെ മനസ്സിൽ ഞാൻ വർത്തമാനമൊക്കെ പറയുമ്പം അവരുടെ മനസ്സിലൊരു ഇടുത്തിയായിരുന്നു. മഴയാണ്, കച്ചവടം എങ്ങനെ ആവും, പ്രതിസന്ധിയാണ്, വിഷമമാണ്. ആ പ്രതിസന്ധിയും വിഷമമൊക്കെ ഉള്ള സമയത്ത് എനിക്കൊരു മനോഹരമായ പരിപാടി കിട്ടി. അത് നമ്മുടെ നിസാർക്കായ്ക്ക് ഒരു ആദരവാണ്. എന്താണെന്ന് പറയുക, നിസാർക്ക ചെയ്തേ, നിസാർക്ക 100 കവിത എഴുതി. 1 2 കവിതയല്ല, 100 കവിത. അത് വ്യാപാരികൾ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം നമ്മൾ കേരളീയർ, മലയാളികൾ എവിടെയായിരുന്നാലും നാം ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവം. അത് മാത്രമല്ല, നൂറ്റാണ്ടുകളായി നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നാം കാണുന്ന ഒരു മാനവികത ദർശനം കൂടിയാണത്. നമുക്കറിയാം, ഈ ഓണക്കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി ഘട്ടങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെയൊക്കെ നാം നേരിട്ടു. ഒരു മെമ്പറായിരുന്നു. ആ ഒരു സന്തോഷം ആദ്യമായിട്ട് അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ചെറുപുഴ മേഖല, ഇവിടെ നേരത്തെ പ്രസിഡൻ്റൊക്കെ സൂചിപ്പിച്ചതുപോലെ ചെറുപുഴയുടെ വികസനത്തിനും ചെറുപുഴയുടെ മുഖച്ഛായ മാറ്റാനുമൊക്കെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പിന്തുണയും പ്രോത്സാഹനമൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. ആ രീതിയിൽ ഒരുപാട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. പഞ്ചായത്തിനെ സംബന്ധിച്ച് പുതിയൊരു പദ്ധതിയുമായിട്ട് ഞങ്ങൾ കടന്നു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിലോട്ട് വ്യാപാരി കുടുംബങ്ങൾ, നമ്മുടെ ഈ നാട് മൊത്തം വികസിക്കണമെങ്കിൽ ഈ നാട്ടിലോട്ട് ഒരുപാട് ആൾക്കാർ കടന്നു വരണം. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി വരവായി ഏവർക്കും ഗൃഹലക്ഷ്മിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെറുമൊരോണമല്ല, നമ്മൾ കാത്തിരുന്ന സർപ്രൈസുകളുടെ ഉത്സവമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ ഓണം മെഗാ ഓഫറുകൾ ലൈവ്. 20 മുതൽ 50% വരെ വമ്പിച്ച വിലക്കിഴിവ്. മിക്സി, സ്റ്റൗ, കുക്കർ, ഓവൻ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സെറാമിക്, ഗിഫ്റ്റ് ഐറ്റംസ്, എക്സ്ട്രാ ബ്രാസ് ഐറ്റംസ്, അങ്ങനെ വീട്ടിലെ ഓരോ ആവശ്യത്തിനും ഇനി മറ്റെവിടെയും പോകേണ്ട. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, മികച്ച വിലക്കുറവ്, ഒപ്പം ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വേഗം പോരൂ. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. ഈ ഓണത്തിന് ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.